എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1% മാറ്റം എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ എല്ലാ ദിവസവും 1% ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്, എവിഡൻസ് ബേസ്ഡ് ഫാക്റ്റാണ്, ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് ഫാക്റ്റാണ്. നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ഡിസിപ്ലിൻഡ് ലൈഫിൻ്റെ ആവശ്യമില്ല, വലിയ വലിയ ഗോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നും 1% ചേഞ്ച് മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ. പലർക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ഒരു തരത്തിലും എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തി നാളെ മുതൽ ഞാൻ 1 മണിക്കൂർ തുടർച്ചയായി എക്സസൈസ് ചെയ്യും എന്ന് പറയുന്നു. മിക്കവാറും അദ്ദേഹം അത് ഫെയിലാകും. ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആൾ ഉടനെ ഒരു ദിവസം പറയുന്നു നാളെ മുതൽ ഞാൻ ഒട്ടും ജങ്ക് ഫുഡ് കഴിക്കില്ല. പക്ഷേ അത് നടക്കില്ല. വളരെ ലേസിയായ ഒരാൾ, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാൾ നാളെ മുതൽ ഞാൻ പെർഫെക്റ്റായി വർക്ക് ചെയ്യും, വളരെയധികം ഓർഗനൈസ് ആയിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞൊരു ഗോൾ സെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് അത് കഴിയാറില്ല. ഈ പറഞ്ഞ മോട്ടിവേഷനും നമ്മൾ ഈ എടുക്കുന്ന സ്റ്റെപ്സുമെല്ലാം 2-3 ദിവസം കൊണ്ട് ടോട്ടലി അപ്രത്യക്ഷമാവും. സൈക്കോളജി പറയുന്നത് ഇതൊട്ടും ശരിയായ വഴിയല്ല. അതുകൊണ്ടാണ് നിങ്ങളതിൽ ഫെയിലിയർ ആവുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ബിഹേവിയറൽ സൈക്കോളജി പ്രകാരം നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും സ്ഥിരമായ മാറ്റത്തിന് വഴിവെക്കും. ഇതിനെ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയാം. നിങ്ങൾ ദിവസവും 1% മെച്ചപ്പെട്ടാൽ 365 ദിവസം കൊണ്ട് 365% മെച്ചപ്പെടുന്നത് എന്നല്ല, പകരം ഏകദേശം 36 മടങ്ങ് മെച്ചപ്പെടും എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് ശരി. നിങ്ങളത് വിശ്വസിച്ചേ മതിയാവും. 365 ദിവസം കൊണ്ട് 36 മടങ്ങ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് അനുഭവിക്കും എന്നർത്ഥം. ഇതാണ് കൺസിസ്റ്റൻസിയുടെ പവർ. ജെയിംസ് ക്ലിയർ പോലെയുള്ള എക്സ്പേർട്സ് പറയുന്നത് വിജയത്തിന് വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല, ചെറിയ ഹാബിറ്റുകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്നാണ്. ഒരു ചെറിയൊരു കഥ നോക്കാം. ഫ്രാൻസിലെ ഒരു സൈക്ലിംഗ് ടീം, അവർ എപ്പോഴും ആവറേജ് ആയിരുന്നു. അവർക്ക് വലിയ വിജയങ്ങൾ ഒന്നും അവകാശപ്പെടാനായിരുന്നില്ല. അവർക്കൊരു പുതിയ കോച്ച് വരുന്നു. പുതിയ കോച്ച് വന്ന് അവർക്ക് ഈ സിദ്ധാന്തം, കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ഫാക്റ്റ് അവരെ പഠിപ്പിക്കുന്നു. അവരോട് പറയുന്നു, നമുക്കെല്ലാം 1% വെച്ച് എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാം. ബൈക്കിൻ്റെ സീറ്റിൽ ഒരു ചെറിയ പോസിറ്റീവായ 1% മാറ്റം, സ്ലീപ്പ് ക്വാളിറ്റിയിൽ ഓരോ ദിവസവും 1% വെച്ച് മെച്ചപ്പെടുത്തൽ, ന്യൂട്രീഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കൈ കഴുകുന്ന രീതിയിലും മാറ്റം, സംസാരിക്കുന്ന രീതിയിലും മാറ്റം, എല്ലാ വിഷയത്തിനും 1% വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം ഈ സൈക്ലിംഗ് ടീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ 2-3 വർഷങ്ങൾക്കുള്ളിൽ അവർ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരാകുന്നു. ഫ്രാൻസിലെ ടൂർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞ സൈക്ലിംഗ് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ സൈക്ലിംഗ് ടീമിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കോമ്പൗണ്ട് എഫക്റ്റ് എത്രമാത്രം ഗുണകരമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്കറിയാം, എന്നെക്കാളും കൂടുതൽ. ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എല്ലാ ദിവസവും ഞാൻ 5 മണിക്കൂർ പഠിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ 10 മിനിറ്റിൽ തുടങ്ങുന്നു, അടുത്ത ദിവസം അത് 12 മിനിറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് അത് 15 മിനിറ്റ് ആക്കുന്നു. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകുക. ഞാൻ കോൺഫിഡൻ്റ് ആകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് ഞാനൊരു ചെറിയ വർത്തമാനം മറ്റൊരാളോട് തുടങ്ങാം. ഞാൻ ഒരാളോട് ഗുഡ് മോർണിംഗ് പറയാം. ഞാൻ ഒരല്പം നെഞ്ച് നിവർത്തി നടക്കാം. ഞാൻ ചെറുതായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യാം എന്നെല്ലാമുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൂടുതൽ കോൺഫിഡൻസിലേക്ക് വഴിവെക്കും എന്ന് ചിന്തിച്ച് ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാം. ഞാൻ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ എഴുന്നേൽക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് ഞാൻ എഴുന്നേൽക്കും. അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ 4 മിനിറ്റ് മുമ്പ് ഞാൻ എഴുന്നേൽക്കും. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞാൽ 6 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കും. എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ഇതേപോലെ ജോലി സ്ഥലത്തും നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. തുടർച്ചയായി മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ കോമ്പൗണ്ട് എഫക്റ്റ് ഉണ്ടാവും. അത് ആക്ച്വലി നിങ്ങൾക്ക് ഇൻറ്റേർണൽ മോട്ടിവേഷൻ തരികയാണ് ചെയ്യുക. യാഥാർത്ഥ്യം എന്താണ്? വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അത് എക്സൈറ്റിംഗ് ആവാം, പക്ഷേ യാഥാർത്ഥ്യമാവണമെന്നില്ല. ചെറിയ മാറ്റങ്ങൾ
വളരെ ചെറുതല്ലേ എന്നൊരു സംശയം തോന്നാം. പക്ഷേ അത് യാഥാർത്ഥ്യമാവും, നിങ്ങൾക്ക് കയറ്റി പിടിക്കാനുള്ള ദൂരത്തിലാവും. അതുകൊണ്ട് നിങ്ങളതിൽ സക്സസ് ആവുകയും ചെയ്യും. കൺസിസ്റ്റൻസിയാണ് വിജയത്തിൻ്റെ രഹസ്യം. കോമ്പൗണ്ടിങ് എഫക്റ്റാണ് കൺസിസ്റ്റൻസിയുടെ ആധാരം. സ്വയം ഒന്ന് ചിന്തിക്കൂ, ഇന്ന് നിങ്ങൾക്ക് 1% മെച്ചപ്പെടുത്താൻ തക്കവണ്ണമുള്ള കാര്യം ഏതാണ്? ഇന്നു മുതൽ എല്ലാ ദിവസവും 1% വെച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങൂ. തീർച്ചയായും കോമ്പൗണ്ടിങ് എഫക്റ്റും കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആക്കും, കോൺഫിഡൻസ് ആക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർക്കുവാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യുവാനും മറക്കരുത്. മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD ഇവയെ CBT സെൽഫ് ഹെൽപ്പ് ടൂൾ, നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന ടൂളുകൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു പക്ഷേ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.